അനുമോൾ ചേച്ചിയുടെ ശരിക്കും റിലേഷൻ പറയുമ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നോക്കണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കണം. അയ്യോ അപ്പൊ പറയണ്ടേ, ഉത്തരം പറയണ്ടേ, ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ട്. ശരി ശരി, ഇല്ലില്ല. അതായത് കണ്ടിന്യൂ ചെയ്യാൻ മാത്രം നല്ലൊരു ഭയങ്കര ഹാപ്പി ടോപ്പിക്. ഇത് മറ്റേ ഏതോ പിള്ളേർ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കണ പോലെ കുറെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. നമ്മളെങ്ങനെ വൃത്തിയായിട്ട് ആൾക്കാരെ പറ്റി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് എന്റെ മോളെ പിന്നെ അത് നോക്കും. ആ പിള്ളേരെ കൊച്ചു മരിക്കും. അതായത് ചേട്ടന്റെ സിസ്റ്ററിൻലോ മരിച്ചുപോയി. അപ്പം സിസ്റ്ററിൻലോട് 2 പിള്ളേരുണ്ട്. അപ്പൊ സിസ്റ്ററിൻലോട് 2 പിള്ളേരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ വരെ ഒരമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. ഇനി നാളെ അവിടെ എന്നാണ് പറഞ്ഞത്. അത് തലയിൽ കയറാത്തോണ്ട് മനസ്സിലായില്ലേ, ശ്രദ്ധിക്കണം. അല്ല ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി എന്താണ് നെക്സ്റ്റ് ബേബി പ്ലാൻ? എന്റെ മോള് ഇവിടെ സിംഗിൾ ആയിട്ടല്ല വളർന്നത്. എന്റെ ബ്രദറിന്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ സിബ്ലിങ്സ് ആയിട്ട് വളരെ ജോയിന്റ് ഫാമിലി അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒറ്റ മകളെന്ന് പറയാൻ പറ്റൂല നമുക്ക്. നമുക്ക് ഇപ്പൊ തന്നെ 2 പെൺപിള്ളേരുണ്ട്. പിള്ളേർക്ക് ഒരമ്മയെ ഇവിടെ ഉള്ളൂ. ഇവിടെ 3 പിള്ളേരുണ്ട് ഈ വീട്ടില്. ചേട്ടത്തിയമ്മ മരിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? 3 years ആവും. 3 years ആയിട്ടുണ്ട്. 3-4 years ആകുമ്പോൾ എൻ്റെ ചേട്ടത്തി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്യമ്മ ആയാ മതി മോനെ എന്ന് പറഞ്ഞു അങ്ങനെ നിന്ന ഒരാളാണ്. അപ്പം ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ് ഒക്കെ കാണിച്ച ഒരാളാണ് സിസ്റ്ററിൻലോ. എന്താ പറ്റിയത് ശരിക്കും? കോവിഡായിരുന്നു. ചേട്ടത്തിയമ്മ അത്രയ്ക്കും നല്ലൊരു പേഴ്സൺ ആയിരുന്നു. ചേട്ടത്തിയമ്മ നമ്മുടെ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിനെയും അങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എത്ര ചെയ്താലും അതിന് എന്റെ മോള് വീണ് കരയണത് കൊച്ചാന്ന് വിളിച്ചിട്ടായിരുന്നു. അമ്മാന്നൊക്കെ വിളിച്ച് കരയുന്നത്. പക്ഷേ ഇത് കൊച്ചാന്ന് താഴെ വീണ അതാണ്. അത് ഞാൻ പുച്ഛിച്ച് പറഞ്ഞല്ല. അതെ, അങ്ങനെയാണ് എന്റെ ചേട്ടനും ചേച്ചി. മനസ്സിലായി. അവർ അത്രയും കൊച്ചച്ഛനെ അവർ ഒരു വാക്ക് പോലും തിരിച്ച് പറയാൻ സമ്മതിക്കില്ല. കൊച്ചച്ഛൻ എന്തോന്നും ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കൊച്ചച്ഛൻ ആരാണെന്നൊക്കെ. അതാ പിള്ളേർക്ക് അറിയാം. ഇത് അനുമോളെ ചേച്ചി അത്രയും അല്ലേ അവളെ കെയർ ചെയ്യുന്ന പോലെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് കാണുമ്പോ സന്തോഷമാണ് തോന്നുന്നത്. നമ്മൾ ആരാണെങ്കിലും പാമ്പർ ചെയ്ത് തോന്നുന്നത് അത് അത്ര നല്ലൊരു കുട്ടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അല്ലേ അത് വേറെ. പക്ഷെ ഞാൻ പറയും അവൾ അത്രയും ഇങ്ങോട്ട് തരുന്നൊരു കുട്ടിയാണ്. അതൊരു നല്ലൊരു കുട്ടിയായതുകൊണ്ട് അത് ഞാൻ നല്ല ഇനി ആരാണെങ്കിലും എന്നെ തലയിലെടുത്ത് വെച്ച് നോക്കും. അത് അത്രയും തങ്കം പോലൊരു കുട്ടിയാണ്. അത് മോള് മാത്രമല്ല കേട്ടോ, മോനും. എല്ലാരും അനുവിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മനു അങ്ങനെ ആൺകുട്ടിയാണോ വീഡിയോയിലൊന്നും വന്നിരിക്കില്ലെന്നേ ഉള്ളൂ. അവനും സിബ്ലിങ്സിന്റെ വീഡിയോ ഉണ്ട്. ഈ പൊതുവെ പെൺകുട്ടികളോട് ഒരു സിമ്പതി കൂടുതൽ തോന്നുമല്ലോ അമ്മയില്ലാത്ത കുട്ടികൾ. പക്ഷെ മനു നല്ല തിരിച്ചറിവുള്ള സമയത്താണ് അവന്റെ അമ്മ മരിച്ചു. കരഞ്ഞിട്ട് പോലും ഇല്ല. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവന്റെ അമ്മ. അപ്പം 2 പേരും നല്ല രീതിയിൽ 2 നല്ല കുട്ടികളാണ്. കൊച്ചു ബേബിക്ക് എത്ര വയസ്സായി? അവൾക്ക് അവളുടെ കാര്യമാണല്ലോ എല്ലാരും തിരക്കുന്നത്. ഈ മന്തില് 3 വയസ്സാവും. 3 വയസ്സൊക്കെ ആവും. എങ്ങനെയുണ്ട് അവള്? ഭയങ്കര കുസൃതിയുടെ ഡാൻസർ ആണോ ശരിക്കും? ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണോ? ഡാൻസ് കളിക്കും, ഇഷ്ടം. സ്വന്തം ഇഷ്ടത്തിനെ കളിക്കുള്ളൂ. നമ്മൾ കളിപ്പിക്കാൻ പറ്റൂല. ഓ അങ്ങനെയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമേ കളിക്കത്തുള്ളൂ. അതിപ്പം അവള് കുഞ്ഞല്ലേ, അപ്പൊ അതായിരിക്കും. പക്ഷെ ഞാൻ ആ പ്രായത്തില് ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 3 വയസ്സൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ നിന്ന് തരൂല. തരത്തില്ല. അർജുൻ ചേട്ടൻ ഒരു ഡാൻസറാണ്, ചേച്ചി ഒരു ഡാൻസറാണ്. അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി മോളും ഡാൻസർ ആയിരിക്കില്ല. എന്താണ് പറയാനുള്ളത്? ഡാൻസ് കളിക്കുമായിരിക്കും. നോക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. എല്ലാവരും പറയണവരെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രായമുള്ള ആൾക്കാർ പറയണമല്ലോ തോന്നുന്നു. ഇതൊക്കെ നമ്മളൊരു ആഗ്രഹങ്ങൾ നടന്നാലും നടക്കട്ടെ. അപ്പം എനിക്ക് പ്രായം കുറച്ച് പറയാനുള്ളൊരു ഐഡിയ അല്ലേ ഇതിങ്ങനെ പറഞ്ഞത്? ഇപ്പൊ പ്രായം കുറച്ച് പറയണമായിരിക്കും. എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാ അല്ല, നമ്മള് പ്രായം പറയാൻ മടിയുണ്ടോ? ഇല്ല, എന്റെ പ്രായത്തിൽ നല്ല ഇഷ്ടംപോലെ പെമ്പിളാരും പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പുതിയ പ്രായം കുറച്ച് പറഞ്ഞ് പുതിയ പെമ്പിളാരോട് നടക്കണമെന്നില്ല. ഇപ്പൊ പ്രായം പറയണോ? 39. എനിക്ക് 31 ആണ്. ഓ ഓക്കെ. 8-9 ആ ഒരു ഏജ് മാത്രമേ കളിക്കുള്ളൂ. നമ്മൾ നേരത്തെ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കൊച്ചു ബേബിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ ഡാൻസിന്. എന്താ പറയാനുള്ളത്? കൊച്ചു ബേബി വലുതാകുമ്പോ കൊച്ചു ബേബി പറയും.
കൊച്ചേബിയുടെ ഡാൻസ് മാത്രം കൊച്ചേബിക്ക് പൊതുവെ എല്ലാവർക്കും ഒരു ഭയങ്കര അവർക്ക് ഒരുപാട് ഫാൻ ഗേൾസ് അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. കൊച്ചേബിയെ ഇഷ്ടമുള്ളത് കൊച്ചു കുട്ടികൾക്കാണ് കേട്ടോ കൂടുതലും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ അല്ല ആൾക്കാരെ അതുപോലെയാണ് തിരിച്ചതിന് കൊച്ചു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേ. ഒരുപാട് കുട്ടികളെ പേരൻസ് ഇങ്ങനെ വന്നിട്ട് പറയണം അതിന് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ സുധാപ്പൂവിന്റെ വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സുധാപ്പൂ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കാണ് കൂടുതലും ഇഷ്ടം. അത് എൻജോയ് ചെയ്യാറുണ്ട്. ആ ഇഷ്ടത്തോടെ വരുമ്പോൾ ഇതിന് അതിൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആൾ ഹാപ്പി ആയിട്ട് അതൊക്കെ എൻജോയ് ചെയ്ത്. എനിക്കങ്ങനെ നമ്മളെ അച്ചുകൂട്ടൻ്റെ ഫർഹാനെ മാത്രം അറിയാവൂ. എനിക്കറിയാവുന്നില്ല എന്ന് വെച്ചാൽ കൊച്ചു ബേബി ഇഷ്ടമുള്ള. ശേ നമ്മൾ പോകുമ്പോൾ എത്ര കുട്ടികളാണ് ഭയങ്കര ലവിങ് ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്നത്. ഇരിക്കും എല്ലാവരും. പാർവതിയുടെ മോൻ, പാർവതി ആ കൃഷ്ണന്റെ മോൻ. അത് തിരിച്ചും കൊച്ചുബേബിക്ക് ആക്ട്രസ് തിരിച്ചും കൊച്ചുബേബി അച്ചുക്കുട്ടന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇരുന്ന് കാണും. കമന്റ് ചെയ്യാറൊക്കെ കമന്റ് എന്നല്ല, അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ നമ്മൾ നോക്കുമോനെ എന്ന് പറഞ്ഞ് അല്ലാതെ അവർ കാണും. അങ്ങനെ അതാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ ഈ ബേബിയെ നോക്കുമോളെ എന്നൊക്കെ നമ്മൾ കാണിക്കൂലേ, അതല്ലാതെ സ്വന്തം ഇൻട്രസ്റ്റിൽ നിന്ന് കാണൂലേ. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയല്ലേ, ഇപ്പോൾ വ്ളോഗൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല, പക്ഷേ ഇവരുടെയൊക്കെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്, കാണാറുണ്ട്. പാർവതിയുടെ വ്ളോഗൊക്കെ കാണാറുണ്ട്. ചേച്ചി വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നിന്നൊക്കെ തരാറുണ്ടോ? ഞാൻ പിടിച്ച് ഫോഴ്സ്ഫുള്ളി നിർത്തി വീഡിയോ എടുക്കാറില്ല. സപ്പോർട്ടീവ് ആണ് അവളെ ആക്ച്വലി. അതിന് വേണമെങ്കിൽ വന്ന് നിൽക്കും, ചിലപ്പോൾ വേണ്ടാത്തപ്പോൾ നിൽക്കാറുമില്ല. ആണ്. അങ്ങനെ കിട്ടുന്ന നല്ല ഭാഗ്യമാണല്ലേ എന്താ പറയാനുള്ളത്. കാരണം അവൾ കുഞ്ഞല്ല, അവൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള ആദ്യം തൊട്ട് അങ്ങനെ കാണുന്നതുകൊണ്ട് ക്യാമറ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ തനിയെ ഓടി വരും. ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഓടി വരും. അതിപ്പം പിള്ളേരുടെ ഒരു ഫാഷനായി മാറുകയാണ്. എന്താ പറയാനുള്ളത്? ഞാൻ എന്റെ മോളെ മത ശ്രദ്ധിക്കാറുള്ളൂ, വേറെയുള്ള പിള്ളേര് ഞാൻ കുട്ടികളുടെ കാര്യം തന്നെ പറഞ്ഞു. വേറെയുള്ളവരുടെ മക്കളെ പോയി ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ അല്ല. അത് ശരിയാണ്, അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാൻ അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി. കാരണം കുഞ്ഞു കുട്ടികൾ ഒരുപാട് ഫോട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, സെൽഫീസ് ഇഷ്ടമായിരിക്കും. ഗാഡ്ജറ്റ്സിലോട്ട് ഒരുപാട് ആ ജനറേഷനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എന്താണ് അഭിപ്രായം? കൊച്ചുകുട്ടിയിലെ ഇത്രയുമൊക്കെ എക്സ്പോസ്ഡ് ആയി വ്ളോഗൊക്കെ ചെയ്ത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർക്ക് എക്സ്പോസ്ഡ് ആവാനാണ് അവർ ചെയ്യുന്നത്, ചിലവർക്ക് അങ്ങനെ ഒട്ടും എക്സ്പോസ് ചെയ്യുന്ന ഇഷ്ടമല്ല. നമുക്ക് കുഴപ്പമില്ല ഏതാണെങ്കിലും. ഇപ്പം ചേച്ചി ഇപ്പോൾ ഫുൾ ബിസി ആണല്ലോ ഡാൻസ് ക്ലാസ് ഒക്കെ ആയിട്ട്. അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഡാൻസ് ക്ലാസ് ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആകുമ്പോൾ അങ്ങനെയല്ല. ഇപ്പം ചേച്ചി കുറച്ച് ഫ്രീ ആയില്ലേ, ഞാൻ വന്നില്ലേ. ചേച്ചി എന്താ പറയുന്നത്? അത് മുന്നേ ഇപ്പോൾ കുറച്ച് പാടായിരുന്നു ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ഞാനൊന്ന് ശരിക്കും എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നത്. ഇപ്പം അർജുൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് അത്ര ഭയങ്കര സ്ട്രെസ്സൊന്നുമില്ല. കുറേ മാനേജ്മെൻറ്റ് സൈഡ് മുഴുവൻ അർജുൻ ചേട്ടൻ ഹാൻഡിൽ ചെയ്യും, ഞാൻ ജസ്റ്റ് പഠിപ്പിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ അത്ര ബിസി അല്ല. ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ടോ? ഓൾമോസ്റ്റ് എത്ര പേരുണ്ടായിരിക്കും? അത്യാവശ്യം കുറച്ചുണ്ട്. ഒന്ന് പുറത്ത് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. നമ്മളെ ബിരിയാണി കൊണ്ട് നടക്കണ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. എന്താ അല്ല, ഇതൊക്കെ 100 പിള്ളേരുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ, അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത കുട്ടികളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല. മന്ത്ലി ഫീസ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നത് വെച്ച് വളരെ കുറവാണ്. പിന്നെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു 50,000 to 1 lakh ആവുന്നത് ഇവിടെ ചിലപ്പോൾ 1,000 രൂപ ആവുള്ളായിരിക്കും, അല്ലെങ്കിൽ 1,500 രൂപ. അങ്ങനെ പൈസ വാങ്ങിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നമുക്കും ജീവിക്കണമല്ലോ. ടോട്ടലി ഫ്രീ ആയിട്ട് നടക്കൂല. അപ്പം പക്ഷെ വാങ്ങിക്കുന്നതിൽ മാക്സിമം കുറച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ഇങ്ങനെ ഒരു മനസ്സ് വരാൻ ഭയങ്കര പാടാണ്. എല്ലാവർക്കും ഇല്ല മനസ്സ്, എല്ലാവർക്കും ചേട്ടാ. കറക്റ്റ് ആണ്. അതെ, എന്റെ പോളിസി അതല്ല, ഞാൻ വളർന്നിട്ട് ബാക്കിയുള്ളവർ വളർത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണ്. എന്നിരുന്നാലും നമ്മൾ കൂടെ ഉള്ളവർ ഒന്നിച്ച് വളരണം എന്നൊക്കെ തോന്നുന്ന മൈൻഡുള്ള നമ്മളെ പോലെയൊക്കെയുള്ള ആൾക്കാർ അല്ലേ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ തോന്നിയാലും നമ്മൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് പാരലൽ വേറൊരു ഇൻകം ഉള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഇത്രയും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഞാനിപ്പോൾ പൈസ വാങ്ങിക്കുന്ന ഡാൻസ് സ്കൂളുകൾ അവർ തെറ്റാണ് കാണിക്കുന്നതെന്നൊന്നുമല്ല. കാരണം ഡാൻസ് പഠിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഓരോ ടീച്ചർമാരൊക്കെ അത്രയും പൈസ ഒക്കെ കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് റിട്ടേൺസ് വേണ്ടേ. ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തുന്ന അത്ര ഈസി ഒന്നും അല്ല. അപ്പം നമുക്ക് ഇപ്പോൾ വേറെ പാരലൽ നമ്മളത് ചെയ്യുന്നത്, നമ്മൾ ഡാൻസ് സ്കൂൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കരം എന്നുള്ള വാക്കല്ല, വലുതായി പൈസ ചിലവാക്കിയിട്ടല്ല ഡാൻസ് സ്കൂൾ വയ്ക്കണം. ഡാൻസ് സ്കൂളിൽ കുറേ പെയിൻ്റൊക്കെ ചെയ്ത് ഡാൻസ് സ്കൂൾ ഭയങ്കര ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ കാശും കൂടെ നമ്മൾ പ്രോഗ്രാംസിനോട് വെച്ചിരിക്കും. നമ്മളങ്ങനെ അത്രയും അത് എന്താ പറയുന്ന എക്സ്ട്രാ വേഗൻ്റ് ആയിട്ടൊന്നല്ലേ
അങ്ങനെ ചെയ്യാതെ നമ്മൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത്. പക്ഷെ അതൊരു നല്ല കാര്യമാണല്ലേ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഈ ചെറിയ എമൗണ്ട് വെക്കുമ്പോഴും അത് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എനിക്കറിയാം, സ്റ്റാർട്ടിങ് ഡാൻസ് ക്ലാസ് തുടങ്ങുന്ന ആൾക്കാരും ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ ഭയങ്കര കാര്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്കത് അറിവുള്ളതുകൊണ്ടല്ല അങ്ങനെ അത് ചെയ്യുന്ന തെറ്റെന്നല്ല. ഇപ്പോൾ എല്ലാവരും കോമ്പറ്റേറ്റീവ് ഒരു മൈൻഡിൽ ചെയ്യുമ്പോൾ അവരങ്ങനെ ഡാൻസ് സ്കൂളൊക്കെ ഭയങ്കര നല്ലതായിട്ടാണ് ചെയ്യുന്നത്. നല്ലതായിട്ട് ചെയ്യുന്ന ഡാൻസ് സ്കൂളിൽ നമുക്ക് ചെയ്യാനൊരു രസമായിരിക്കുള്ളൂ. നമ്മൾ പോയി പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന ഡാൻസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു രസം കാണുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ആ റെൻറ്റ് അതിൻ്റെ ആ എമൗണ്ട് നമ്മൾ എങ്ങനെ ടാലി ചെയ്യും? നമ്മൾ ഫീസൊക്കെ കുറച്ച് അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ ചെയ്യാതെ കുറച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു, ട്രൈ ചെയ്യുന്നു. ഇത്രയും നാളും പറ്റി, ഇനി അങ്ങനെ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലാതെ അങ്ങനെ ഈ സ്വാഭാവിക പറഞ്ഞ പോലെ ഡാൻസ് സ്കൂള് നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാർ മോശക്കാർ അവർ ബീച്ചിൽ പോയി ഡാൻസ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ അഡ്മിഷൻ ഫീ ഒക്കെ ചോദിക്കുമ്പോൾ അവർ മോൻ ചൊളിക്കും, ഓ നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു വിചാരിച്ചാണ് വന്ന് ഇവിടെ അഡ്മിഷൻ ഫീസ് ചോദിക്കുന്നല്ലോ എന്നൊക്കെയുള്ളൂ. അതും ഇതേപോലെ നമുക്ക് ഈ അഡ്മിഷൻസ് വരാൻ നമുക്ക് ഈ PR പ്രൊമോഷൻസ് പരസ്യമൊക്കെ ഉണ്ടല്ലോ, നമ്മളത് നേരെ അവർക്കാണ് കൊടുക്കുന്നത്, അല്ലാതെ അതെടുത്ത് നമുക്കല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം അത്രയും പോലും ഇപ്പം കുറച്ച് ആൾക്കാർ ടോളറൻ്റ് അല്ലാതെ വരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ബേസിക്കലി കുറച്ച് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം ഡിമാൻഡ് കൂടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അങ്ങനെയല്ല, എല്ലാവർക്കും ജീവിക്കണ്ടേ, ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്കണ്ടേ. ഞാനിത് കരിയർ ആക്കി എടുത്തിരിക്കുന്ന ഇതിൽ നിന്നൊരു ഇൻകം വരാൻ തന്നെയാണല്ലോ. അപ്പം കുറച്ച് ചോദിക്കാം എന്നുള്ളതേ പറ്റുള്ളൂ. ടോട്ടലി ഫ്രീ ആയിട്ടൊന്നും ചെയ്യുന്നത് നടക്കില്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പം കരിയറിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞല്ലോ, ഇപ്പം മോൾക്ക് വേണ്ടിയിട്ടും അർജുൻ ചേട്ടന് വേണ്ടിയിട്ടൊക്കെ ലൈഫിലെ പാഷൻ തന്നെ മാറ്റി വെച്ചൊരു വീട്ടിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നുണ്ടെന്ന്. ടൈം കണ്ടെത്തണു മക്കൾക്ക്, അതായത് അവളെ നോക്കണമല്ലോ. അല്ല ഇതിപ്പം ഭയങ്കര ഈസി ലൈഫ് സ്റ്റൈലല്ലേ, എനിക്കൊന്നും മാറ്റി വെക്കേണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം മറ്റേ ഹൈലൈറ്റിനുള്ള സാധനം ഇടുക കേട്ടോ. സത്യമായിട്ടും എന്റെ പാഷൻ എന്തുവാ, ഡാൻസ്, ഡോഗ്സ്, ഫാമിലി, അത് മൂന്നും ഉണ്ട്. ഇപ്പം അങ്ങനെ ഒന്നും ഞാൻ മാറ്റി വെച്ചില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പോയാലേ ഇതൊക്കെ പറയേണ്ടി വരുള്ളൂ. ഡോഗ്സിനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ലൈഫ് ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്താ എന്റെ ഒരു കാര്യമല്ലേ ഞാനതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതെല്ലാം പോട്ടെ, നീ പാഷൻ മാറ്റി വെച്ചത് എന്താണ് നീ മാറ്റി വെച്ചത്? അത് ഞാൻ ഇതിന് ഇടയ്ക്ക് നീ ഓരോന്ന് ഇട്ട് കൊടുക്കല്ലേ, അവസാനം ഇവരെല്ലാരും കൂടെ എന്നെ പൊങ്ങാലെടുക്കും. ഇവരെല്ലാ ഇന്റർവ്യൂവിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും എന്നെ ചീത്ത വിളിക്കാനായിട്ട്. വിശ്വസിക്കരുത് എന്നറിഞ്ഞാണെങ്കിൽ എവിടെ നീ പാഷൻ മാറ്റി വെച്ച് ചെറുക്കാം അഭിനയ ജീവിതം മാറ്റി ശരിക്കും അഭിനയിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ അറിയിപ്പോ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, അതിന് വേണ്ടി മാറ്റി വെച്ചോ? അതെ, അതാ ഞാൻ ചോദിച്ചത്. ചിലപ്പോ ചേട്ടൻ ചേച്ചി പറഞ്ഞില്ല ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഇട്ട് കൊടുത്തതാണോ എന്ന്. ശരിക്കും അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല, ഞാൻ എന്റെ മോൻ വെച്ച് വേറെ ആളാണ് പോയി അഭിനയിക്കുന്നത്. അത് ഞാൻ കാണാറൊക്കെ ഉണ്ട്. ചക്കപ്പഴം ആ സീസൺ തീർന്നു, ഇപ്പൊ അടുത്ത വർക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് പാഷൻ മാറ്റി വെച്ചത്. അതെ, എന്താണ് അർജുൻ ചേട്ടാ ഇങ്ങനെയൊക്കെ? വെറുതെ ഇതൊക്കെ ഒരു സുഖല്ലേ എന്ന്. എന്തെങ്കിലും ഇന്റർവ്യൂ എന്തെങ്കിലും പറയണ്ടേ? ഇന്റർവ്യൂ വേറെ ഇന്റർവ്യൂവർ അതേ ക്വസ്റ്റ്യൻ അതേ ആൻസർ മാറ്റി വെച്ച വെളിയിൽ ആ ഓരോ മൂലയിൽ കാണുന്ന കൂട്ടിലൊക്കെ ഉള്ള സംഭവമൊക്കെ ഇവന്റെ പാഷനാണ്. എന്നിട്ടാണ് പറഞ്ഞ പാഷൻ മാറ്റി വെച്ചത്. അപ്പൊ നീ പറഞ്ഞു നിനക്ക് പട്ടി ഇഷ്ടമാണ്? എനിക്കും ഇഷ്ടമാണ്. അതല്ലേ ഞാൻ പറയാൻ, നീ അല്ലേ ഒരു ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു പാഷൻ ഞാൻ മാറ്റി വെച്ചത് ഇങ്ങനെയൊക്കെ. അവരത് സ്ലോ മോഷനിൽ ബീജം ഇട്ടിടൂലേ അവര്. അതെനിക്കറിയാം, അതിനാണ് നമ്മളിങ്ങനെ ആക്കണം ബീജം കയറാൻ വേണ്ടി. ഇത് മാത്രം ഏതെങ്കിലും ഒരു ഭാഗം കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് മിണ്ടായിരിക്കണം കുറച്ച്, അപ്പോഴേ അവിടെ മ്യൂസിക് വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആങ്കറിനോട് ആര് പറഞ്ഞത് ഇങ്ങോട്ടാണോ വരുന്നത് വന്നിട്ട് പോയി ഇല്ല, അല്ലെങ്കിൽ ആങ്കറിനോട് ആരാ പറഞ്ഞ അങ്ങനെയും ചോദിക്കാലോ. സൂര്യ നേരത്തെ സൂര്യ തന്നെ നല്ലത് പറഞ്ഞു തന്നെ, ഞാൻ അതങ്ങ് തിരിച്ചു പറഞ്ഞാൽ മതി. അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ. അല്ല, ചക്കപ്പഴത്തില് ഇപ്പം ചേട്ടൻ്റെ അഭിനയം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാണേ, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത് ഇല്ലേ? എന്ന് വെച്ചാ അതിലെല്ലാവരും അങ്ങനെയല്ലേ? അർജുൻ ചേട്ടനായിട്ടുള്ള ഡാൻസ് ഭയങ്കര കുറവാണല്ലോ, എന്തുപറ്റി? ഇനിയും ഉണ്ടാവും. ഇപ്പൊ ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങി. ഡാൻസ് ഒക്കെ പഠിപ്പിക്കോ ചേച്ചി? പഠിപ്പിക്കും, ക്ലാസിക്കൽ ഞാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. നീ ചോദിച്ചതിന് ഉത്തരം എന്തെങ്കിലും ചൂടെടുക്കുന്നു? ചോദിച്ചതിന് ഉത്തരം എന്താ? ഡാൻസ് ആയിട്ട് എന്താ കുറവ്? എന്താ അവളുമായിട്ട് എന്തെങ്കിലും ഷോർട്ട് ആക്കി വൺ വേർഡ് ഉത്തരം. ഇൻട്രോവേർട്ട് ആയിരുന്നോ പണ്ട് പഠിക്കുമ്പോ? ആണ് കൊള്ളാം. രക്ഷപ്പെടാൻ വേണ്ടി പറയുമ്പോ ഉടനെ കൊള്ളാം. അപ്പൊ എന്നെ എന്തോന്ന് പറയാ? അപ്പൊ ഇൻട്രോവേർട്ട് ആയിരുന്നോ പണ്ട്? ഒട്ടുമല്ല. അല്ലായിരുന്നു.
ഇപ്പം എങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വയം നാട്ടുകാരെ കാണുമ്പോൾ ഒരു ഭയങ്കര സ്നേഹമായിരിക്കില്ലേ അല്ലേ? പക്ഷെ ഈ നാട്ടിൽ ഇരുന്നിട്ട് വേറെ നാട്ടുകാരെ പോലെ കോപ്പി അങ്ങനെയല്ല, ട്രിവാൻഡ്രത്ത് നിന്ന് പഠിച്ചിട്ട് വേറെ എവിടേക്ക് പോയി ജോലിയിട്ട് അവിടുത്തെ സ്ലാങ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേക ജോലി അല്ല അതിനെന്താ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? പക്ഷെ എന്നാലും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്ലാങ് വരാറുണ്ടല്ലോ ഉണ്ടോ അല്ലേ? ഓ അത് ശരി. ഇല്ലേ? ഏത് സ്ലാങ്ങിൽ സംസാരിച്ചപ്പോഴാണ് പറ്റാവോ? അല്ല ഞാൻ പൊതുവെ അങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ്ങിലല്ല സംസാരിക്കുന്ന പുള്ളി തന്നെ പറഞ്ഞു. ഞാൻ സംസാരിക്കാറൊക്കെ എനിക്ക് ട്രോൾ വാങ്ങി തരല്ലേ, ഞാൻ ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ സംസാരിക്കാറുണ്ട്. ഓ ഞാൻ ട്രോൾ വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത് ചാലയെ കിട്ടും ട്രോൾ 3 എണ്ണം, അത് വാങ്ങിച്ചോണ്ട് ഞാൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നു. തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു കോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്താണ്? വിശേഷങ്ങളെ നേരത്തെ ചോദിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മഴ, നല്ല മഴയുണ്ട്. പട്ടിക്കുട്ടികളെ വാങ്ങിച്ച് വളർത്താൻ ഭയങ്കര പാട്, വെളിയിൽ പോട്ടി ട്രെയിനിങ് ഒക്കെ വിടാൻ ഭയങ്കര പാട്, മഴയായതുകൊണ്ട്. അതാണ് ഇപ്പോഴത്തെ കുറച്ച് ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് വെളിയിൽ വിടാൻ പറ്റുന്നില്ല. ആണ്. ഓ എന്ന് പറഞ്ഞാൽ ഉരുളിക്ക് ഉപ്പേരി പോലത്തെ ആൻസർ ചേട്ടാ ഒരു 2 മിനിറ്റ് ചേട്ടാ ഒന്ന് ആൻസർ പറയാം. ചേട്ടാ ഇൻട്രോവേർഡ് ആണോ? എന്റെ സൂര്യക്ക് ഇപ്പൊ എന്ത് വേണം? ഞാൻ ആൻസർ പറയണോ അതോ മിണ്ടായിരിക്കണോ? ഞാൻ പോയിട്ട് ചേട്ടന് ഫ്രീ മൈൻഡ് ആയിട്ടിരുന്ന് ആൻസർ ചെയ്യാം. പൈത്തുന്നൊക്കെ പറയാം. നോ പ്രോബ്ലം. എന്താണ് അവരൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതെ ചേട്ടാ. പടക്കം വെക്കണേ. ഇനിയിപ്പോ നമ്മളിപ്പോ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി എന്താണ് നെക്സ്റ്റ് ബേബി പ്ലാൻ? ബേബി നമുക്ക് ഒരു ബേബി ഉള്ളൂ. നമുക്ക് ഇനിയും ബേബി ആവുമല്ലോ. നമുക്ക് ഒരു ബേബിയേ ഉള്ളൂ. ഇന്ത്യയിൽ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമ്മളായിട്ട് കുറച്ച് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണല്ലോ. ആണല്ലോ, നമുക്ക് ഇപ്പം ഒരു ബേബിയെ മര്യാദയ്ക്ക് വളർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ 2 ബേബി ആവുമ്പോഴത്തേക്കും കോംപ്രമൈസ് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ എന്നാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത്. 2 പിള്ളേർ ഇനി ആൾക്കാർ നമ്മളെ തോന്നുന്നു അയ്യോ ഇവളിങ്ങനെയല്ലല്ലോ അങ്ങനെ അല്ല. എനിക്ക് തോന്നുന്നു കോംപ്ലിക്കേറ്റഡ് ഫസ്റ്റ് ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണോ? എനിക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ആണ് അതുകൊണ്ടാണ്. എനിക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മളിപ്പോ വിചാരിക്കുന്ന അങ്ങനെയാണ്, നമുക്ക് ഒരു ബേബി മതി, ആ ഒരു ബേബി മര്യാദയ്ക്ക് വളർത്താം എന്നുള്ളത്. അത് ചേച്ചി സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ടല്ലേ? ഉറപ്പായിട്ടും ഞാൻ സിംഗിൾ ചൈൽഡാണ്. അതുകൊണ്ട് ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒറ്റ കുട്ടിയായിട്ട് വളരുന്നത് അടിപൊളിയാണ്. ആണ്. പക്ഷെ അങ്ങനെ അല്ല, വിഷമം വരുന്ന ആൾക്കാരുണ്ടല്ലേ? ഒരു വിഷമവും വരില്ല. അല്ല നമ്മൾ ഇവിടെ സിംഗിൾ ആയിട്ടല്ല വളർന്നത്. എന്റെ ബ്രദറിന്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ സിബ്ലിംഗ്സ് ആയിട്ട് നമ്മൾ ജോയിന്റ് ഫാമിലി അല്ലേ, അപ്പം ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒറ്റ മകള് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിന് ഒറ്റ മകളെന്ന് പറയാൻ പറ്റൂല നമുക്ക്. നമുക്ക് ഇപ്പൊ തന്നെ 2 പെൺപിള്ളേരുണ്ട്. 2 പെൺപിള്ളേർ ഒരു ആൺകൊച്ച്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മയ്ക്ക് ഒറ്റ മകളായത് കൊണ്ടായിരിക്കും ചേച്ചിക്ക് അങ്ങനെ തോന്നാനൊരു കാരണം അല്ലേ? ഈ പറഞ്ഞ ചേച്ചിയാണല്ലോ ഇവിടെയുള്ള ബാക്കിയുള്ള പിള്ളേരെ കൊണ്ട് നോക്കണം. ഇവിടെ ഒരു അമ്മയല്ലേ ഉള്ളൂ. പിള്ളേർക്ക് ഒരമ്മയെ ഇവിടെ ഉള്ളൂ. ഇവിടെ 3 പിള്ളേരുണ്ട് ഈ വീട്ടില്. കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് അടുത്ത് ചോദ്യം ചോദിക്കാൻ അപ്പൊ പറയണ്ടേ, ഉത്തരം പറയണ്ടേ? ചോദ്യം ചോദിച്ചോണ്ട് ശരി ശരി ഇല്ലില്ല എനിക്ക് കൊതി പറയാൻ എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞോ? കണ്ടിന്യൂ ഇത് പറഞ്ഞോണ്ടിരുന്നോ? ഇത് മറ്റേ ഏതോ പിള്ളേർ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കണ പോലെ കുറെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. മറന്നു. അതായത് കണ്ടിന്യൂ ചെയ്യാൻ മാത്രം അത്ര നല്ല ഒരു ഭയങ്കര ഹാപ്പി ടോപ്പിക് ഒന്നുമല്ല. അതായത് ചേട്ടൻ്റെ സിസ്റ്റർ ഇൻ ലോ മരിച്ചുപോയി. അപ്പം സിസ്റ്റർ ഇൻ ലോയുടെ 2 പിള്ളേരുണ്ട്. അപ്പം സിസ്റ്റർ ഇൻ ലോയുടെ 2 പിള്ളേരും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ വരെ ഒരമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. ഇനി നാളെ അവിടെ എന്നാണ് പറഞ്ഞത്. അത് തലയിൽ കയറാത്തോണ്ട് മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോ മൊത്തത്തിൽ എനിക്കാണല്ലോ ദൈവമേ ട്രോള്. നമ്മളെ ട്രോളാൻ വേണ്ടി വന്ന് നിൽക്കായിരുന്നു. അല്ല ഇത് ഇറങ്ങുമ്പോ എന്തായാലും നല്ല ട്രോള് വരും. എനിക്കായിരിക്കും ഓൾറെഡി ട്രോള് വരുന്നത്. ഒരു ട്രോളും വരില്ല. ഞാൻ ഗ്യാരണ്ടി വരില്ല. ഇപ്പൊ വരണോ? വേണ്ട. അർജുനെങ്കിൽ നോക്ക് എന്തായിരിക്കും അടുത്ത് പറയണ്ടേന്നൊക്കെ. ഞാൻ അങ്ങനെ ആലോചിക്കാറൊന്നുമില്ല. ഞാൻ വളരെ ഈസിയായിട്ട് ബീസിയായിട്ട് ജീവിക്കണവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ പോലെ ഞാൻ പറയണത്. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവളുടെ സ്കൂളിലൊക്കെ ചേർന്നായിരുന്നോ? സ്കൂളിൽ ചേർന്നിട്ടുണ്ട്. ചേർന്നിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ.
പഠിത്ത കാര്യങ്ങളൊക്കെ ആരാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, പ്ലേ സ്കൂളാണ്. ആണ്. എന്നാലും കുറച്ചൊക്കെ എത്തി പറഞ്ഞു കൊടുക്കണ്ടേ കൊച്ചിന്? നമ്മുടെ സ്കൂള്, നമ്മൾ ചേർത്തിരിക്കുന്ന സ്കൂളിൽ ഫസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് ഡോണ്ട് ട്രൈ ടു ടീച്ച് യുവർ കിഡ്സ് അറ്റ് ഹോം എന്നുള്ള. അതൊക്കെ എന്താ നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ ഇങ്ങനെ അല്ലല്ലോ പഠിച്ചിരുന്നത്. ചെമ്പക കിൻഡർ ഗാർഡൻ ഇല്ലായിരുന്നു, ഇപ്പോൾ ചെമ്പക. എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മ എന്നെ അങ്ങനെ ഇരുത്തി പഠിപ്പിച്ച് വെറുപ്പിച്ചിട്ടില്ല. അർജുൻ ചേട്ടന്റെയോ? നല്ല പഠിപ്പിക്കുന്നു, എന്റെ അച്ഛനമ്മ ടീച്ചേഴ്സ് ആയിരുന്നു. ഓ, അതുകൊണ്ട് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ? നമ്മളൊക്കെ പണ്ട് വീട്ടിലേക്ക് ഇരുത്തി ഈ സ്കൂളിൽ പോകാതെ പനിയായിട്ടൊക്കെ സ്കൂളിൽ പോകാത്ത സംഭവം ഉണ്ടാവാറുണ്ടോ? അപ്പൊ വീട്ടുകാർ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. എന്നെയോ? എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന സ്കൂളിലാണ്. ആണല്ലേ? കാര്യം അവർ രണ്ടൊരു സ്കൂൾ വർക്ക് ചെയ്യില്ലേ. ഓ, അപ്പൊ സ്റ്റാഫ് റൂമിൽ എല്ലാ വേറെ ടീച്ചർമാരെല്ലാം കാണാം. അപ്പൊ അവിടെയും പഠിപ്പിക്കുന്നതായിരിക്കും നടക്കുന്നത്. ഓ, ചൈൽഡ്ഹുഡ് ഭയങ്കര സീനായിരുന്നു ഇല്ലേ? പക്ഷെ ഇപ്പൊ തിരിഞ്ഞൊക്കെ നോക്കുമ്പോ നമുക്ക് ഭയങ്കര. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പണ്ട് ഇതേ പ്രായത്തിലാണ് അന്നിരുന്നെങ്കിൽ 2 വഴക്കൊന്നും കൊടുത്തന്നെ തോന്നാറ്. ഒരാവശ്യമില്ല. ആണ്. ഇപ്പൊ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവളെ ഏറ്റവും, നിങ്ങൾ രണ്ടുപേരിലെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആരുടെ അടുത്തായിരിക്കും? നമ്മൾ രണ്ടുപേരും അടുപ്പം കാണിച്ചില്ലേ നമ്മൾ നല്ല പണി വെച്ചു കൊടുക്കും. ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളിവിടെ അത് എന്റർടൈൻ ചെയ്യാറില്ല. അമ്മയല്ലേ കൂടുതൽ ഇഷ്ടം, അച്ഛനല്ലേ കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല, കാരണം നമ്മൾ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. രണ്ടുപേരും ഈക്വലി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ സ്വാഭാവികം ഭയങ്കര മെനക്കെട്ട് അവിടെ കൊണ്ടുവരുമായിരുന്നു. ഇവിടുത്തെ വർക്ക് കഴിയുമ്പോൾ ഉടനെ തന്നെ മൺഡേ ഒക്കെ ഇവിടെ തിരിച്ച് ട്രാവൽ ചെയ്ത് എറണാകുളത്ത് വന്ന് അടുത്ത ഫ്രൈഡേ തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും പഠിപ്പിച്ച് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. ചക്കപ്പഴത്തിന്റെ സമയത്ത് നമ്മൾ നല്ലോണം ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ മിസ്സിങ് വരരുത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിന്നിട്ടുണ്ട്. ഇതുവരെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ രണ്ടുപേരും ഈക്വലി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്. അവള് ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരിലും അല്ലേ? കാരണം ഇപ്പൊ ചേച്ചിയുടെ വ്ളോഗിലാണെങ്കിലും അവളിങ്ങനെ ഓടി നടന്ന് കാണും. അത് പുറത്തേക്ക് പോകുമ്പോഴേ എല്ലാരും തിരക്കൂന്ന് പറയത്തില്ല, എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ അഡ്വൈസ് ഒക്കെ തരാറുണ്ടായിരിക്കുമല്ലോ. അയ്യോ, അഡ്വൈസ് ഒന്നും ഞാൻ കേൾക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ അഡ്വൈസ് ഒക്കെ തുടങ്ങിയാൽ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് മുങ്ങും. എനിക്ക് അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി അഭിപ്രായം അഡ്വൈസ് ഒന്നും ഞാൻ എടുക്കത്തില്ല. നല്ല കാര്യങ്ങൾ വന്ന് പറയാൻ, ഇങ്ങനെ വീഡിയോ കാണാറുണ്ട്, ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് എടുക്കുകയും തിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഡ്വൈസൊക്കെ ഇഷ്ടമാണ്. ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ മുടി ഇങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെക്കണ്ട നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. സ്നേഹം കൊണ്ടും ചില ആൾക്കാർ പറയണ്ടോ മോളെ എല്ലാവരും കുറച്ച് സ്ട്രിക്റ്റ് ആവരെന്ന് പറയാറുണ്ട് എല്ലാവരും. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണ്. ഫ്രണ്ട്സ് പറഞ്ഞോട്ടെ, സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് ആണ്. ആണ്. എന്ത് കാര്യത്തിൽ ചേട്ടാ കൂടുതൽ സ്ട്രിക്റ്റ് ആണ്? പൊതുവെ എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആണ്. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഞാനല്ല. ഞാൻ ആസ് എ ഫാദർ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര അല്ല കേട്ടോ, സ്ട്രിക്റ്റ് ആണ്, അത്രേ ഉള്ളൂ. ഭയങ്കര എന്ന് പറഞ്ഞ വാക്ക് കറക്റ്റ് അല്ലല്ലോ. നല്ല അത് ഈ ഭയങ്കര സ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഉടനെ മറ്റേ വിറപ്പിച്ച് ചൂരിലൊക്കെ വെച്ചേക്കണം അങ്ങനെ ഇമേജ് അതല്ല, അങ്ങനെയല്ല. പക്ഷെ വീട്ടില് ചില കുറച്ച് മെനക്കെടും. അതായത് ഇപ്പോൾ ഒരു ടോയ് എടുത്ത് കളിച്ചാൽ തിരിച്ച് കളിച്ച സ്ഥലത്ത് കൊണ്ട് വെക്കാനായിട്ട് നമ്മൾ പറഞ്ഞ് മോളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ. ബാക്കിയുള്ളവരൊന്നും പറയാം അത് കുഞ്ഞല്ലേ അങ്ങനെ നിനക്ക് എടുത്ത് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ കുഞ്ഞല്ലേ വളർന്ന് വലുതായി വരുന്നത്, അപ്പൊ ഇപ്പോഴേ ശീലിപ്പിച്ചാലേ നീ ഇങ്ങനെ ആയിരുന്നോ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴേ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പൊതുവെ നമ്മളെ പിള്ളേരെ ഇഷ്ടത്തിന് വിട്ടിട്ട് പിള്ളേരല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആവും. അത് പെട്ടെന്ന് അവർക്കൊരു ഇതുണ്ടാവില്ലേ, ഇത്ര നാൾ ഇങ്ങനെ ഇല്ല ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ചോദിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴേ കുഞ്ഞു സമയം അല്ല കൊണ്ട് മറ്റേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണമെന്നല്ല പറഞ്ഞേ. ഒരു കരഞ്ഞ് വാശി പിടിച്ചാൽ നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, ആ വാശി സമ്മതിക്കണ്ട എന്നാണ് വിചാരിച്ചത്. അല്ല കുഞ്ഞല്ലേ കരഞ്ഞോട്ടെ അപ്പൊ നമുക്ക് സമ്മതിക്കാം എന്ന് വിചാരിക്കാറില്ല. അത് നല്ലൊരു പാരന്റിങ് ആണ് ആക്ച്വലി. അത് അറിയില്ല എത്ര പേര് അപ്രൂവ് ചെയ്യുമെന്ന് അറിയില്ല. പലരും നമ്മളത് അങ്ങനെ ചെയ്തെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ പറ്റുന്ന അതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ സ്വാഭാവിക വീട്ടിൽ അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത്. അനുമോള് ഇപ്പൊ നമ്മൾ കാണുന്നത്, അനുമോൾ ചേച്ചിയുടെ ശരിക്കും റിലേഷൻ പറയുമ്പോൾ എങ്ങനെയാണ്? ചേട്ടന്റെ ബ്രദറിന്റെ മോളാണ്. ഇത് അനുമോളും ചേച്ചി അത്രയും അല്ലേ അവളെ കെയർ ചെയ്യുന്ന പോലെ അതുപോലെയാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. അതാണ് അത് കാണണമെങ്കിൽ അത് ഈ പറഞ്ഞ ചേച്ചി നമ്മളെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ചേട്ടത്തിയമ്മ അത്രയ്ക്കും നല്ലൊരു പേഴ്സൺ ആയിരുന്നു. ചേട്ടത്തിയമ്മ നമ്മുടെ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിനെയും അങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എത്ര ചെയ്താലും അതിന് ഞാനും ചേട്ടനോട് ഭയങ്കര കമ്പനി. ഇൻ ദ സെൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ ഭയങ്കര കാര്യമായിട്ടുണ്ട്. എനിക്ക് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടോ ട്യൂഷൻ ക്ലാസ്സിൽ വിളിച്ചോണ്ടോ എനിക്ക് പപ്പ അമ്മയല്ല എന്നെ വിളിച്ചോണ്ടോ, എന്നെ എൻ്റെ ചേട്ടനെ വിളിച്ചോണ്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ചേട്ടനെ അറിയാവൂ. അപ്പം ചേട്ടനെ ഞാൻ ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഇവിടെ നിന്ന് ജോലി എന്ന് പറഞ്ഞിട്ട് ആദ്യം യമനിൽ, പിന്നെ അത് കഴിഞ്ഞ് മാൽദീവ്സിൽ പോയി. അപ്പോൾ ഇന്ത്യയിലില്ലായിരുന്നു. അപ്പം അത്രയും നാൾ ഇങ്ങനെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്കൊന്നും പോകില്ലായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ പോകണ പോലെ 8th, 9th, 10th ഒന്നും ഞാൻ അങ്ങനെ സിനിമയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയില്ല. +2 കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ എന്നെ അവർ സമ്മതിക്കും വീട്ടുകാർ. പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അങ്ങനെ പോകാൻ തോന്നാറില്ലായിരുന്നു. കാര്യം ചേട്ടൻ എന്നെ അങ്ങനെ കൊണ്ട് നടന്നതുകൊണ്ട് എനിക്കതാണ് ഇന്ന് കൂടുതൽ ഇഷ്ടം.
ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ പോകാനും അങ്ങനെ എല്ലാവരുടെ ഈ പയ്യന്മാരുടെ കൂടെ ബസ്സിൽ കയറി പോയി കഷ്ടപ്പെട്ട് സിനിമ കാണാനൊന്നും എനിക്ക് അങ്ങനെ ഒരു രസമായിട്ട് തോന്നിയില്ല. ആദ്യം ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ നിന്ന് വിട്ടോ പോയെന്നല്ല, പിന്നെ പതുക്കെ ഞാൻ വന്നില്ല എന്ന് പറയാനാണ് തോന്നിയത്. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് 10ാം ക്ലാസ് ആയപ്പോൾ ചേട്ടൻ കല്യാണം കഴിച്ച് ചേച്ചി വീട്ടിൽ വന്നു. പിന്നുള്ള 15 വർഷം ഞാനും ചേച്ചിയാണ്, എനിക്ക് ചേച്ചിയാണ് പിന്നുള്ള. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും ചേച്ചിമാരുണ്ട്, ഭയങ്കര കെയറിങ് ആണ്. ചേട്ടൻ അങ്ങനെയല്ലല്ലോ, ചേട്ടൻ വഴക്കൊക്കെ പറയും. ഈ ചേച്ചി വന്നപ്പോൾ ചേച്ചി 10th എക്സാമിന് മുമ്പ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ്, എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം. അപ്പം ഞാൻ ഇങ്ങനെ കിടന്നാണ് +2 പഠിക്കുമ്പോൾ ചേച്ചി അടുത്തിരുന്ന് വായിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ വായിക്കണ കേട്ട് എന്നിട്ട് ഒന്നുകൂടെ വായിക്കൂ. അപ്പം ചേട്ടൻ ഇതൊന്നും പഠിത്താം എന്നാൽ ചേട്ടൻ വന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷെ അപ്പം നമ്മളങ്ങ് ഭയങ്കര കംപ്ലീറ്റ് ആയതുപോലെയായിരുന്നു. സ്വാഭാവികം കൂടെ വന്നപ്പോൾ നമ്മളത് ശരിക്കും സെലിബ്രേറ്റ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ അതൊരു ഭയങ്കര ബ്രേക്കായി. പറഞ്ഞ പോലെ സൗഭാഗ്യ ഡാഡിയുടെ കാര്യം എനിക്കറിയാം. കാര്യം പുള്ളി ഞാൻ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഭയങ്കര കമ്പനിയൊന്നും അല്ലെങ്കിലും പുള്ളി എങ്ങനെയാണ് എത്ര ജോബിലായിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. ഞാൻ അതുപോലെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ കൊണ്ടുവരാൻ നമ്മൾ ശരിക്കും നമ്മൾ ഇതിനേക്കാളും ഭയങ്കര കിടിലായിട്ട് ജീവിച്ചേനെ. അല്ലെ നമുക്ക് ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അയാൾ കടുപ്പമായിരുന്നു, പുള്ളിയുടെ ഫിറ്റ്നസ് പോയി, അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാം ചേർന്നൊരു ബാക്കായിരുന്നു നമ്മുടെ ഫാമിലി. നമുക്ക് നമ്മുടെ ഫാമിലി മാത്രം മതിയായിരുന്നു. പക്ഷെ അതെന്തോ നമുക്ക് വേറൊരു വൃത്തിയായിട്ട് വിധിയായിപ്പോയി. ചേട്ടത്തി അമ്മ മരിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? 3 years ആവും. 3 years ആയിട്ടുണ്ട്. 3-4 years ആകുമ്പോൾ ആണ്. അപ്പം ചേച്ചി അവളെ പാമ്പറിങ് ചെയ്യുമ്പം നല്ല എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പം മോളെ ആരാണെങ്കിലും പാമ്പർ ചെയ്ത് തോന്നുന്നത് അത് അത്ര നല്ലൊരു കുട്ടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അല്ലേ അത് വേറെ. പക്ഷെ ഞാൻ പറയും അവൾ അത്രയും ഇങ്ങോട്ട് തരുന്നൊരു കുട്ടിയാണ്. അതൊരു നല്ലൊരു കുട്ടിയായതുകൊണ്ട് അത് ഞാൻ നല്ല ഇനി ആരാണെങ്കിലും എന്നെ തലയിലെടുത്ത് വെച്ച് നോക്കും. അത് അത്രയും തങ്കം പോലൊരു കുട്ടിയാണ്. അത് മോള് മാത്രമല്ല കേട്ടോ, മോനും. എല്ലാരും അനുവിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മനു അങ്ങനെ ആൺകുട്ടിയാണോ വീഡിയോയിലൊന്നും വന്നിരിക്കില്ലെന്നേ ഉള്ളൂ. അവനും ശരിക്കും സിബ്ലിങ്സിന്റെ വീഡിയോ ഉണ്ട്. ഈ പൊതുവെ പെൺകുട്ടികളോട് ഒരു സിമ്പതി കൂടുതൽ തോന്നുമല്ലോ, അമ്മയില്ലാത്ത കുട്ടികൾ. പക്ഷെ മനു നല്ല തിരിച്ചറിവുള്ള സമയത്താണ് അവന്റെ അമ്മ മരിച്ചു, കരഞ്ഞിട്ട് പോലുമില്ല. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവന്റെ അമ്മ. അപ്പം രണ്ടുപേരും നല്ല രീതിയിൽ, രണ്ടും നല്ല കുട്ടികളാണ്. അത്രയും നോർമലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അർജുൻ സംസാരിക്കുന്നത്. അല്ലെ ഒരു അങ്ങനെ എന്താ പറയാ, ഭയങ്കരമായിട്ടും ഫോർമലും അല്ല, എന്നാൽ എന്താണ് അല്ലേ അത് തന്നെയാണോ ചേച്ചിക്ക് ഇഷ്ടപ്പെടാൻ കാരണം? അത് പിന്നെ അല്ല, എന്റെ ഫാമിലിയിൽ എന്നെ അങ്ങനെ നിർത്തിയിരിക്കണം. ഇത് മതി എന്ന് പറഞ്ഞത് മെയിനായിട്ട് എന്റെ ഭാര്യ. അങ്ങനെ ഇരിക്കുന്നതിന് എപ്പോഴും ഒരു വാല്യൂ കൂടുതലല്ലേ. അഭിനയിക്കുകയാണെങ്കിൽ അത് എന്നാണെങ്കിലും ഒരു ദിവസം തീരും. ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചോദിച്ചാലും ഉത്തരം എങ്ങനെ പറയുന്നത് അല്ലേ ചേട്ടാ? അല്ല, ഇന്റർവ്യൂവിൽ ഇപ്പൊ നമുക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ടെങ്കിലും നമ്മളല്ലാത്ത അതൊന്നും പറയാൻ പറ്റും. എങ്കിലും നമ്മൾ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നല്ലത്. ഈ സിനിമയിലൊക്കെ ഇനി എങ്ങനെയായിരിക്കും? കാരണം ഇൻട്രസ്റ്റ് ഉള്ള ആർക്കാണ് ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിക്കാൻ? എനിക്ക് മാത്രം തന്നെ ആണ്. ചേച്ചിക്ക് എന്തിനെങ്കിലും ഒന്ന് അഭിനയിച്ചാൽ മതി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോഴാണ് എനിക്ക് പക്ഷേ ഇഷ്ടമല്ല. എന്താ എന്തോ അതെന്റെ ഒരു നല്ലൊരു ആക്ട്രസ് ആണ്. അതെനിക്ക് എന്റെ ഡാൻസിൽ ഉപയോഗിക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓരോ ആൾക്കാർക്ക് ഓരോ പാഷൻസ് ആണ്. അപ്പൊ എനിക്ക് അത് എന്റെ ഒരു ഫീൽഡ് അല്ല. പുള്ളിക്കാരി ഫ്രീ ടൈം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ, പണ്ടുള്ള ഒരു ടിക്ടോക്ക് ചേച്ചി പറയരുത് അഭിനയിക്കാൻ ഇഷ്ടമല്ല. അത് കാരണം വെച്ചാ ഞാൻ ഉൾപ്പെടെ പണ്ട് സ്റ്റാറ്റസ് ഇടുന്ന ഒരാളായിരുന്നു. കോമഡി സീൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, സത്യമായിട്ട് കണ്ടിട്ടില്ല. ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. അതിപ്പോ ഇത് കയ്യിലില്ലേ? അത്രയും കല്യാണം കഴിഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത്. ആൾക്കാർ കാണുന്നത് മുന്നേ ഇതൊക്കെ വീഡിയോ കാണണ്ടേ? മുന്നേ ഒന്നും വീഡിയോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ, അറിയാവുന്ന. എന്റെ കൂടെയുള്ള എത്ര പേര് എന്റെ വീഡിയോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കൂടെയുള്ളവർക്ക് അങ്ങനെ പറയാൻ പാടില്ല. കൂടെയുള്ളവർക്ക് ആവുമ്പോ ചിലപ്പോ അവർക്ക് അങ്ങനെ ഇതുണ്ടാവും. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ കറക്റ്റ് ലിപ്സിങ് അത് അല്ലേ, ഒരുപാട് പേര് പറയാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇവൾ എന്റെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ കടുത്ത ഓരോ ഇതൊക്കെ തന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വീട്ടിൽ പോയി നോക്കി ഇവളെങ്ങനെയാണ് ചെയ്യണത്. കൊള്ളാം കേട്ടോ. അത് കുറെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറൽ, അങ്ങനെയാണ് കണ്ടത്. അതാണ് സ്വാഭാവികം പറഞ്ഞത്. ശരിയാണ്. അങ്ങനെയൊക്കെ അതിപ്പോ ഒരു ക്രൂവിന്റെ കൂടെ അതിപ്പോ ഞാൻ സീരിയൽ അഭിനയിക്കുന്ന ശേഷമാണ് ഞാൻ സീരിയലൊക്കെ കണ്ടു തുടങ്ങി. എന്നും പറഞ്ഞ് അതിന് മുമ്പ് നമ്മൾ സീരിയൽ കാണണോ, നമുക്ക് എന്തോ ഒരു മറ്റേ കുറച്ചിലോ അല്ലേ സീരിയലേ എന്നൊക്കെ പറഞ്ഞ്
ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാ ആരും സീരിയൽ ഉണ്ടെങ്കിലും ഒരു പരാതിയില്ല. കാണട്ടെ അവര് സീരിയല് എന്നുള്ള ഒരു മൈൻഡിലാണ് അല്ലേ. ഇനിയിപ്പോ നമ്മൾ അനുവിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നോക്കണെന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് എന്താ പറയാ? അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അവരങ്ങ് വിശ്വസിക്കണം, അവർക്ക് സമാധാനം ആവുമല്ലോ. നിങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുക, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷെ ചിന്തിക്കാറുണ്ട് പബ്ലിസിറ്റി. ഞാൻ ഇത്രയും ബൈക്കും കാറും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു, അതൊന്നും അവര് കാണില്ല. പബ്ലിസിറ്റി ഉണ്ട്. ചിന്തിക്കാറുണ്ട് എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന്. നമ്മൾ പ്രത്യേക ആൾക്കാരെ പറ്റി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് എന്റെ മോളെ പിന്നെ ആരും നോക്കും. ആ പിള്ളേരെ കൊച്ചു ചെന്ന് മരിക്കും. അയ്യോ സ്വന്തമായിട്ട് പൊക്കാതെ സ്വന്തമായിട്ട് പോക്കണതാണ്, അഭിമാനമാണ് എനിക്ക്. അങ്ങനെ അങ്ങനെ എത്ര പേരുണ്ട് കൊച്ചന്മാരെന്ന് പറഞ്ഞാൽ. എന്റെ മോള് വീണ് കരയണത് കൊച്ചാന്ന് വിളിച്ചിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പൊക്കണ എന്തിനാ, അപ്പൊ എനിക്ക് അമ്മന്നൊക്കെ വിളിച്ച് കരയുന്നത്. പക്ഷേ ഇത് കൊച്ചാന്ന് താഴെ വീണ അതാണ്. അത് ഞാൻ പുച്ഛിച്ച് പറഞ്ഞല്ല, അത് അങ്ങനെയാണ് എന്റെ ചേട്ടനും ചേച്ചി. മനസ്സിലായി. അവർ അത്രയും കൊച്ചച്ഛൻ അവർ ഒരു വാക്കുപോലും തിരിച്ച് പറയാൻ സമ്മതിക്കില്ല. കൊച്ചച്ഛൻ എന്തോന്നും ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. അവര് നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കൊച്ചച്ഛൻ ആരാണെന്നൊക്കെ. അതാ പിള്ളേർക്ക് അറിയാം. ശരിക്കും അങ്ങനെയൊക്കെ കീപ്പ് ചെയ്ത് പോവാന്ന് പറയണതും അല്ലേ ചേച്ചി? അതെ, ഒരു ഭയങ്കര ഭാഗ്യം. ഇവരൊരു ബോണ്ടിങ്ങിൽ പറയുകയാണെങ്കിൽ എന്താണ് ഇവരുടെ ബോണ്ടിങ് എന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. എനിക്കും എനിക്ക് കൊച്ചനില്ല, എനിക്ക് കുറെ വല്യച്ഛൻ മാമനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു കൊച്ചനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതായത് ഒരു സ്പെഷ്യൽ ബോണ്ടാണ് അവർ തമ്മിൽ. എനിക്ക് മോനിപ്പോൾ അവന് 21 വയസ്സ്. ഞാൻ എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ കാറൊക്കെ വാങ്ങിക്കാൻ മക്കളെ ഇന്ന കാറൊന്ന് പോയി നോക്കിട്ടോ അത് കൊള്ളാമോ, അല്ലെങ്കിൽ ഇന്ന വാച്ച് വാങ്ങിക്കാം. അപ്പോൾ അവനെ എടുത്ത് പറയും കൊച്ചാ ഇന്ന വാച്ച് ഇത് അങ്ങനെയാണ്, ഇന്ന ബൈക്ക് ഇങ്ങനെയാണ്, ഇതിൻ്റെ സ്പെക്ക് നമ്മളെ ബൈക്കുമായിട്ട് ഈക്വലാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്ഗ്രേഡഡ് ആണ്, അതെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അഭിപ്രായം പറയും. അത് അത്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞായിരിക്കില്ല, വെളിയിൽ നിന്ന് ഒരാൾ പറഞ്ഞ പോലെ ആയിരിക്കില്ലല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ചെറിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ പറന്ന് നിൽക്കും, വാങ്ങി ചോദിച്ചാന്ന് പറഞ്ഞു. അത് ഭയങ്കര രസമാണ്. അതാ ഞാൻ പറയാം, നമ്മുടെയൊക്കെ മാമന്മാരാണെങ്കിലും വലിയച്ഛന്മാരൊക്കെ ആണെങ്കിലും നമ്മളത്രയും സംസാരിക്കാൻ പോലും പേടിയാണ്. അപ്പം ഇത്രയും അത് ചേട്ടൻ്റെ ഒരു മിടുക്കുന്ന തന്നെ ആയിരിക്കും ഞാൻ പറയാം അല്ലേ. അത്രയും ഈ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും. എന്റെ മോൻ ഇന്നലെയും കൂടെ വന്നിട്ട് ട്രിമ്മറും കൊണ്ടുവന്ന് താടിയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ജനറേഷൻ വ്യത്യാസം ഇല്ലേ. നമ്മുടെ ജനറേഷൻ ഇപ്പം സൂര്യക്ക് ഇപ്പം സൂര്യ ഒരു കുഞ്ഞമ്മ വല്യമ്മ ആണെങ്കിൽ നിങ്ങളുടെ വല്യമ്മ വരുന്നത് പോലെ ഇരിക്കൂലല്ലോ, കുറച്ച് ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ജനറേഷൻ മാറുന്നതിന്റെ ഭയങ്കര വൈബായിരിക്കില്ലേ. അതാണ് നമ്മുടെ ജനറേഷൻ മാറുന്നതിന്റെ വ്യത്യാസമാണ്. എനിക്ക് പിന്നെ കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ പപ്പ നീ നിന്റെ കാര്യം നോക്കുമെന്ന് പറയാറില്ല, അമ്മയും പറയാറില്ല. എൻ്റെ ചേട്ടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ പുറത്താണ് ജോലി, ഞാൻ പറഞ്ഞില്ല. അപ്പം ചേട്ടത്തി വന്നിട്ട് എൻ്റെ മക്കളുടെ കാര്യം തീരുമാനിക്കാൻ നീ ആരെന്ന് ചോദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ അല്ലേ നോക്കുന്നത്. ശരിക്കും വീട്ടിൽ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അല്ല ചിലപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ അങ്ങനെ പറ്റില്ല. ഞാൻ എൻ്റെ മോളെ നോക്കിയെന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ അപ്പൊ ഇങ്ങനെ എന്ന് പറയില്ല അവര്. ചേച്ചി ലാസ്റ്റ് പറഞ്ഞു മോൾ പ്രഗ്നന്റ് ആണെന്ന് പറയും നോക്കോ ചെറുക്ക നിനക്ക് നിന്റെ കൊച്ചിനെ നോക്കാൻ സമ്മതിക്കില്ല, നമ്മളെ വളർത്തോളൂ. ഇന്ന് മോളാണോ മോനാണോ അറിഞ്ഞൂടായിരുന്നു. അപ്പം നിങ്ങൾ കൊണ്ടാണോ കൊച്ചിനെ നിങ്ങളെ കണി കാണിക്കില്ല, ഞാൻ കൊണ്ടുപോയിട്ട് വല്ലപ്പോഴും കൊണ്ടുവന്ന് കാണിച്ചു തരും, എൻ്റെ പിള്ളേരെ നിങ്ങളാണ് നോക്കണം അല്ലേ എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് നമുക്ക് താങ്ങാനേ പറ്റാത്തൊരു സംഭവമാണ് ചേച്ചി പോയെന്ന് പറഞ്ഞത്. അപ്പം അത് എന്തുമാത്രം വേദന ഉണ്ടായിരിക്കല്ലേ. സ്വാഭാവികമായിട്ട് അമ്മൂമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ചേട്ടത്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ടുള്ളൂ, അത്ര ഭയങ്കര സ്നേഹമൊക്കെ കുടുംബക്കാർ തമ്മിലൊക്കെ ഉണ്ടാവണത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ജോയിൻറ്റ് ഫാമിലി ആയിട്ട് മുന്നോട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ചേച്ചിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ ചേട്ടാ. ഇങ്ങനെയുണ്ട് സന്തോഷമായില്ലേ? പ്ലീസ്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. ചേച്ചിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി അല്ല അങ്ങനെയല്ല, ചേച്ചി ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ചേട്ടനെയൊക്കെ കൊണ്ടുപോകണ്ടേ മുന്നോട്ട്. 3 പിള്ളേരെയും ഭാര്യയും നോക്കണമെന്ന് ഞാൻ. ശരി, ചേട്ടനും ചേച്ചിയും മുന്നോട്ട് ഇങ്ങനെ ചേച്ചി 3 പിള്ളേരെ മാത്രമേ നോക്കുള്ളൂ. ചേച്ചിക്ക് ഇതിന് നാളെ സീനോ എന്താ അങ്ങനെ പറഞ്ഞതൊക്കെ ഷൗട്ട് കാണിക്കാൻ ഹൈലൈറ്റ് ഇടാൻ പറ്റുള്ളൂ. എന്റെ ഭാര്യയെ പറ്റി നല്ലത് പറഞ്ഞോണ്ട് ഞാൻ ഷൗട്ട് ചെയ്യില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കാം ഞാൻ ഇല്ല എന്ത് പറയാനോ നല്ലത് പറയാനേ ഉള്ളൂ ചേച്ചിയെ കുറിച്ച്. കാരണം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അല്ലേ മക്കളെ 3 പേരെ. അതെ, സൂപ്പർ സ്റ്റാർ ആണ്. ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഇതുവരെ നോക്കിയ പോലെ എന്നെ ഇനിയും നോക്കുന്ന കുട്ടി നോക്കടാ കുട്ടാ അല്ലേ. ശരി, ഓ ഇവിടെയാണ് ബൈ ബൈ ബൈ.